അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് അത് ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അത് എനിക്ക് ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്തില്ല കുഴപ്പമില്ല. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം കേട്ടോ. നമ്മുടെ ഫിഷിംഗ് ചാനലിൽ പുതിയൊരു കണ്ടൻറ്റ് വരാൻ പോവുക. വേറെ ഒന്നുമല്ല, ഫോട്ടോഗ്രാഫി. ഓക്കെ, ഫോട്ടോഗ്രാഫിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് എന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, എനിക്ക് ഏറ്റവും പ്രാന്തമുള്ള 2 പരിപാടിയാണ് ഫിഷിങ്ങും ഫോട്ടോഗ്രാഫിയും. അപ്പോൾ കുറച്ച് നാൾക്ക് ഈ ഫിഷിങ് ചെറിയൊരു റെസ്റ്റ് കൊടുക്കാൻ വിചാരിച്ചു. ഫോട്ടോഗ്രാഫിക്ക് കംപ്ലീറ്റ് ഇറങ്ങാൻ പോകട്ടോ. ഇറങ്ങാൻ പോകുന്നല്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പാടത്ത്, നമ്മുടെ അന്തിക്കാട് കോൾപ്പാടത്ത് സൂര്യകാന്തി കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്രോ ഫോട്ടോഗ്രാഫി കേട്ടോ. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടപ്പോൾ, വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വന്നു, ഇതെങ്ങനെ എടുക്കണം ചേട്ടാ എന്നൊക്കെയുള്ള ഒരു കമൻറ്റുകൾ വന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ മൊബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിവോൻ്റെ X300 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ വെച്ചിട്ടുള്ള എന്തൊക്കെ പറയണേ, ഞാൻ മാക്രോ ഫോട്ടോഗ്രാഫിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ കുറച്ച് നല്ല പടങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല, സപ്പോർട്ട് ചെയ്യണ്ട, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും പരിടങ്ങാൻ പോകട്ടാ. എന്താ സൂര്യകാന്തിക്ക് ഉണ്ട്, നല്ല ഭംഗിയില്ലേ? ഇപ്പോൾ ഭംഗിയൊന്നുമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി പൊട്ടിക്കയറി തുടങ്ങി. ഈ ഏതള് മൊത്തം കൂടി കഴിഞ്ഞാൽ സാധനം പൊട്ടിക്കിട്ടാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് സൂര്യകാന്തി പരിപാടി തുടങ്ങാൻ പോവുക. കൃഷിയുണ്ട്, പാടത്ത് നല്ല കൃഷിയാണ്, ഇതല്ലേട്ടാ നെൽകൃഷി, നല്ല ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് ജോലിക്കാൻ വിടുമ്പോൾ രാവിലെ ഇറങ്ങിയതാണ്. നോക്കാം എന്തായാലും. നമ്മുടെ കോൾപ്പാടത്തിനിടെ വന്നിട്ടുള്ളത് ഉണ്ടാ, രാവിലത്തെ കാഴ്ചയാണ്, ബ്യൂട്ടിഫുൾ കാഴ്ചയാണ്. ഏതാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടാ, ഇതാണ് നമ്മുടെ ആള്. അപ്പോൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഓണാക്കിയതിന് ശേഷം അതിൽ സ്ക്രീൻ റെക്കോർഡ് ഞാൻ വേണേൽ കാണിച്ചു തരാം. ഫോട്ടോ ഓണാക്കിയതിന് ശേഷം മുകളിൽ ഒരു പൂവിൻ്റെ ഒരു അമ്പലമില്ലേ, അതാണ് മാക്രോൻ്റെ, എല്ലാവർക്കും അറിയായിരിക്കും. മാക്രോ എടുക്കുക, എന്നിട്ട് അത് ജസ്റ്റ് നമ്മുടെ കറക്റ്റ് പ്ലേസ് ചെയ്യുക. അതായത് ഞാൻ എക്സാമ്പിളിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഫ്രെയിം പ്ലേസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒരു ക്ലിക്ക് കൊടുക്കുക, സംഭവം സെറ്റ്. അത്ര പേരുള്ളൂ, ഞാൻ വേറെ ചെയ്യണമൊന്നുമില്ല. ജസ്റ്റ് സൂം ചെയ്ത് നമ്മുടെ ഫ്രെയിം സെറ്റ് ചെയ്താൽ മതി. അതിൽ ചാർപാടെ പണിയൊന്നുമില്ല. ഓക്കെ, ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം, മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യണത്, പ്രോ ആൾക്കാർ കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഏരോ മാർക്ക് കണ്ട, അതിൽ സൂപ്പർ മാക്രോ ഒന്ന് കാണാം, ഈ ചെടിയുടെ ഈ പൂവിൻ്റെ നമ്മളുള്ളത്. അത് ഓണാക്കിയിട്ടതിന് ശേഷം നമ്മളാദ്യം നമ്മളെ ഫ്രെയിം കണ്ടുപിടിക്കണം. കാരണം സൂം ചെയ്താൽ കാണാതെ എളുപ്പമല്ല. ഇത് മേക്കടാ ഇതേ തന്നെ വെള്ളം തുള്ളി കേട്ടാ, അതിനൊന്ന് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ കേട്ടാ സാധനം നല്ല വൃത്തി വെച്ചിട്ട് ഇനി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫോട്ടോ നോക്കുക. കണ്ടാ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചെടികളൊക്കെ തല കുത്തിക്കണ്ട, ബാക്ക്ഗ്രൗണ്ടിൽ എന്താ വെച്ചാൽ ആ തല കുത്തിക്കിട്ടോ, നൈസാണ്. അങ്ങനെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീലൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ സൂപ്പർ തന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതിനുശേഷം നമ്മളവിടെ ഒരു ചെറിയൊരു പ്രാണീനെ കണ്ടു. അതിനു മുമ്പ് ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ലെഫ്റ്റിൽ ഒരു ഗ്രിഡ് ലൈൻസ് കണ്ടില്ലേ, അത് എനേബിൾ ചെയ്തിടുക. എനേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു 4 വര വരും. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയണേ, ഇത് നിർബന്ധം എന്നുള്ള കാര്യമില്ല, നമുക്ക് തോന്നിയപ്പോൾ എടുക്കാത്തേ ഉള്ളൂ. അതാണ് ഫോട്ടോഗ്രാഫി. വെറുതെ അങ്ങനെ റൂളുണ്ടെന്ന് മാത്രം പറഞ്ഞെന്നുള്ളൂ ഞാൻ. ഈ 4 പോയിൻ്റ് കണ്ട, ഈ സെൻറ്ററിൽ ചതുരത്തിന് 4 മൂല, അവിടെ നമ്മുടെ ഈ സാധനം എന്താണ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഒബ്ജക്റ്റ്, അത് ആ പോയിന്റിൽ വയ്ക്കുക. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫീല് കിട്ടും. കണ്ടില്ലേ, അതായത് ഇതിൻ്റെ ആ പ്രാണി റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ റൈറ്റ് സൈഡിൽ ഗ്യാപ്പ് കൊടുത്തത്. അത് ലെഫ്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ ഗ്യാപ്പ് കൊടുക്കും. ഇപ്പോൾ നോക്കട്ടെ, ലെഫ്റ്റിൽ ഞാൻ ഗ്യാപ്പ് കൊടുത്തു, പക്ഷേ സാധനം റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കണേ. ഇപ്പോൾ ആ ഫോട്ടോൻ്റെ ഒരു വ്യത്യാസം നോക്കിക്കോട്ടെ, 2 ഫോട്ടോ കൂടി നോക്കുമ്പോൾ ഫോക്കസായി ആടാ. ഈ ഫോട്ടോ കാണാൻ ഒരു ലൈഫില്ല, പക്ഷേ നമ്മൾ മറ്റേ ഫോട്ടോ നോക്കിയോ, മറ്റേ ഫോട്ടോ കാണുമ്പോൾ ഒരു ലൈഫുണ്ട്. അത് കറക്റ്റ് ആ സ്പേസിൽ ഗ്യാപ്പ് കൊടുത്ത കാരണം കണ്ടാ ആ ഒരു വ്യത്യാസം കണ്ട. ഇതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പോയിന്റിൽ നമ്മുടെ ഫോട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ പണ്ടത്തെ
ഈ തുമ്പിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ. ഈർക്കിളി തുമ്പി പോലെ തന്നെ ഇല്ലേ. എവിടെ അവൻ? ക്യാമറയിലെ കാണില്ല കേട്ടാ. ആ ദേ പറക്കണ്ട. ഇവനാണ് നമ്മുടെ അടുത്ത് തരാം. അപ്പോൾ അവൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയാലോ. നല്ല ബ്യൂട്ടിഫുൾ തുമ്പീനെ കിട്ടിയിട്ടുണ്ട്. കളർഫുൾ സാധനം. ഡാവെ പറക്കൊന്നും കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും കിട്ടുമെന്ന്. ഓക്കെ, സൂര്യകാന്തിയുടെ തോട്ടത്തിൽ വന്നിട്ട് സൂര്യകാന്തിയുടെ ഫോട്ടോത്തിലെ ഭയങ്കര മോശമല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് സൂര്യകാന്തിയുടെ കുറച്ച് മാക്രോ ഫോട്ടോഗ്രാഫി എടുത്ത് നോക്കി നോക്കാം. ഓക്കെ, സൂര്യകാന്തിയുടെ ഉൾഭാഗം എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. കണ്ട സൂര്യകാന്തി നല്ല ഭംഗിയില്ലേ, സൂപ്പറായില്ലേ. വെള്ളം തുള്ളിയൊക്കെ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. പേരറിയാത്ത ഒന്നിനും പേരറിയില്ല, ഒരു പ്രാണിയെ കണ്ടു. അതിന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമായില്ല, എന്നാലും ഞാൻ കാണിക്കാം. ഓക്കെ, നല്ല മാത്രം കാണിച്ചാൽ പോരല്ലോ, ഫോട്ടോയും കാണിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തരാം. ഞാൻ തപ്പിടക്കുന്ന ഒരു ഈച്ചേനെ. ആ ഈച്ചനെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ ദേ കളിച്ചക്കൻ കിട്ടിയിട്ട എന്താ തേനീച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഇവൻ്റെ ഫോട്ടോ എടുത്താലോ. അപ്പോഴേ ചെക്കൻ്റെ നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടുണ്ട്. വീഡിയോസ് കുറവാണ്, ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കാണിച്ചു തരാം. വല്ല പാമ്പുണ്ടാണോ ദൈവമേ. നമ്മളിതിൽ നടക്കാൻ പാടില്ല, ഇവിടെ ചെടികൾ കാരണേ. അവിടെ നടന്നു കഴിഞ്ഞാൽ ചെടിക്ക് വല്ല ഡാമേജ് പറ്റിയല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കാം. പാമ്പുണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. എന്താ സൂര്യകാന്തി. അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടാ. മാക്രോ ഫോട്ടോഗ്രാഫിയിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർന്നു വിചാരിക്കുന്നു. തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ച് ഞാൻ എന്തായാലും റിപ്ലൈ തരാണ്ടിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സംശയങ്ങളെ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യമാണെന്ന് വെച്ചാൽ ജനുവിനാണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും പറയും. ഓക്കെ, അറിയാത്ത കാര്യമാണെന്ന് വെച്ചാൽ ഞാൻ അറിയില്ല എന്ന് പറയും ചേട്ടാ. അപ്പോൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോസ് എന്തായാലും വരും. ഇനി പൂരങ്ങളുടെയും കാര്യങ്ങളും വീഡിയോസും കൂടുതലുണ്ടാവുക. അപ്പോൾ മാക്സിമം കൂടെ നിന്ന് നമ്മൾ കാണാത്ത വിഷ്വൽസ്, അതായത് നമ്മളെല്ലാവരും മിസ് ചെയ്യണ വിഷ്വൽസ് ഞാൻ എന്തായാലും നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ഉണ്ടാവുക. നിങ്ങൾക്ക് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിഷ്വൽസ്, നിങ്ങൾക്ക് കണ്ണിന് സമാധാനവും മനസ്സിന് സമാധാനം തരുന്ന നല്ല വിഷ്വൽസ് ഞാൻ എന്തായാലും മാക്സിമം ആഡ് ചെയ്യും. ഓക്കെ, പൂരങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. അപ്പോൾ മാക്സിമം ഒപ്പം ഉണ്ടാവുക. അപ്പോൾ ശരി, ബൈ.